കനകപുര ബന്ധേ എന്ന് വിളിക്കുന്ന ഒരാളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളൂ. കനകപുരയിലെ ഗ്രാനൈറ്റ് സ്റ്റോൺ, ഉറപ്പുള്ള, തിളങ്ങുന്ന, ഒടിയാത്ത പൊടിയാത്ത ആ ഗ്രാനൈറ്റ് പാറയോട് ഉപമിക്കുന്ന ഏക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനിയെയാണ് DKS എന്ന ഓമന പേരിൽ എല്ലാവരും വിളിക്കുന്നത്. ദോദലഹള്ളി കെമ്പേഗൌഡ ശിവകുമാർ. അതെ, സമാനതകളില്ലാത്ത ട്രബിൾ ഷൂട്ടറെന്നും സംഘാടകനെന്നും കരുത്തിൻ്റെ പ്രതീകമെന്നും സാമ്പത്തികമായും മാനസികമായും അതുപോലെ തന്നെ ഇടപെടലുകളിലും വന്യമായ കരുത്ത് തെളിയിച്ചിട്ടുള്ള ആ ട്രബിൾ ഷൂട്ടറാണ് കർണാടകയുടെ മുഖ്യമന്ത്രിയായി മാറുന്നത്. DK ശിവകുമാറാണ് ഇനി കർണാടക മുഖ്യമന്ത്രി. 1962 മെയ് 15 കനകപുര എന്ന വില്ലേജിൽ DK ശിവകുമാർ ജനിക്കുന്നത്. കനകപുര വില്ലേജിൽ നിന്ന് കനകപുര വില്ലേജിൻ്റെ ശ്വാസവും മണ്ണും ഒക്കെ ചവിട്ടി വളർന്ന DK ശിവകുമാർ 18ാമത് വയസ്സിൽ NSUIയിലൂടെ, കർണാടക സ്റ്റുഡൻസ് യൂണിയനിലൂടെ ഒക്കെ രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വന്നു. പ്രായപൂർത്തിയായപ്പോൾ തന്നെ ഏതൊരു പ്രസ്ഥാനത്തിലേക്കാണോ കാലെടുത്തു വെച്ചത്, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അതേ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മുന്നിൽ തന്നെയുണ്ട് DK ശിവകുമാർ. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പല കടന്നുവരവുകളും പോക്കും ഒക്കെ കണ്ടപ്പോഴും നിന്നെടുത്തുറച്ചു നിൽക്കുകയായിരുന്നു DK ശിവകുമാർ. അതുകൊണ്ടാണ് സിദ്ധാരാമയ്യ എന്ന തികഞ്ഞ സോഷ്യലിസ്റ്റും അഴിമതിരഹിതനും പാർലമെൻ്ററി പാർട്ടിയിൽ മൃഗീയ ഭൂരിപക്ഷവും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളിനെ തൽക്കാലത്തേക്ക് മാറ്റി മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് കൈമാറുമ്പോൾ അത് ഒക്കലിംഗ സമുദായത്തോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കും അപ്പുറം DKS എന്ന കരുത്തുള്ള മനുഷ്യൻ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ കൂടി മാനിച്ചാണ്. ആ തീരുമാനത്തിൻ്റെ പിന്നിലും കേരളത്തിൻ്റെ കരുത്തുറ്റൊരു പേര് കൂടിയുണ്ട്. അത് KC വേണുഗോപാലാണ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിനോട് ഒപ്പം നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനിയാണ് DK ശിവകുമാർ. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ കേൾക്കാം നിങ്ങൾക്ക്. KC Venugopal Parliament said, DK, Youth Congress workers have been killed. You have to go there, give your strength, show that you are loyalty to the Youth Congress. That is why I have come here. I received a letter from our ward committee members that they wanted to form a cultural center at the name of the martyrs here. So I would like to announce that on behalf of the KPCC, I will give 25 lakhs for that. അന്ന് 1985 DK ശിവകുമാറിന് പ്രായം 23. ദേവഗൌഡ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ വലിയ സോഷ്യലിസ്റ്റ് നേതാവായി വാഴുന്ന കാലം. അതിനു മുന്നിലേക്ക് മത്സരിക്കാമോ എന്ന് പാർട്ടി ചോദിച്ചപ്പോൾ സംശയലേശമന്യേ എനിക്കാവുമെന്ന് ഉറക്കെ പറഞ്ഞ് മുന്നിട്ടിറങ്ങിയതാണ് DK ശിവകുമാർ. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു, ഒരു ട്രെയിലറിന് മുന്നിൽ അകപ്പെടുന്ന ചെറിയ ഒരു സൈക്കിൾ പോലെ ചതഞ്ഞമരുമെന്ന്. പക്ഷേ 23ൻ്റെ തീപ്പൊരിയിൽ ദേവഗൌഡയെ കിടിലം വിറപ്പിച്ചാണ് DK ശിവകുമാർ യഥാർത്ഥത്തിൽ കീഴടങ്ങിയത്. അതും നേരിയ ഭൂരിപക്ഷത്തിന് ദേവഗൌഡ അന്ന് അങ്ങ് കടന്നു പോവുകയായിരുന്നു. അത് സാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നാണ്. അതേ സാത്തന്നൂരിൽ നിന്ന് 1989 DK ശിവകുമാർ വിജയക്കൊടി പാറിച്ചു. പിന്നീട് അദ്ദേഹം ഇടവേളകളില്ലാതെ 8 തവണ തുടർച്ചയായി ജയിച്ചു. 2008 താൻ ജനിച്ചു വീണ കനകപുരയിലേക്ക് DK ശിവകുമാർ മാറി. അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ 75% നേടിയാണ് DK ശിവകുമാർ പിന്നീട് ജയിക്കുന്നത്. അവസാന ഇലക്ഷനിലും മൃഗീയമായ ഭൂരിപക്ഷത്തോടെ പാർട്ടിയെയും നയിച്ച് DK ശിവകുമാർ കടന്നു കയറി. പ്രതിസന്ധിയിൽ പരിഹരിക്കാൻ, വിശ്വസിക്കേൽപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്ന കരുത്തും കാമ്പുമുള്ള, അതിന് ധൈര്യവും സ്ഥൈര്യവുമുള്ള പ്രധാനികളിൽ ഒരാളാണ് DK ശിവകുമാർ. 2002 വിലാസ് റാവു ദേശ്മുഖ് സർക്കാർ മഹാരാഷ്ട്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ വോട്ടെടുപ്പ് അഭിമുഖീകരിച്ചപ്പോൾ അവിടുത്തെ MLAമാരെ സുരക്ഷിതമായി മാറ്റി താമസിപ്പിക്കാൻ എവിടെയുണ്ടിടമെന്ന് അന്വേഷിച്ചപ്പോൾ മറുതലയ്ക്കൽ ഇവിടെ റെഡി എന്ന് പറയാൻ DK ശിവകുമാറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് പല സന്ദർഭങ്ങളിലും 2017 വളരെ നിർണായകമായ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ അഹമ്മദ് പട്ടേലൊക്കെ മത്സരിക്കുന്ന വേളയിൽ അന്നും സുരക്ഷിതമായി ഒരാൾക്കും എത്തിപ്പിടിക്കാനാവാതെ ഒരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാൻ DK ശിവകുമാറിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അന്നും അദ്ദേഹം അത് തന്നെ സാധിച്ചു.
2018 അതേ നിലപാട് സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ BJP മഹാരാഷ്ട്രയിൽ മുംബൈയിൽ കോൺഗ്രസ് MLAമാരെ തടവിലാക്കിയപ്പോൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കാൻ ധൈര്യപൂർവ്വം എത്താൻ കഴിയുന്ന ഒരു പേര് DK ശിവകുമാറിൻ്റെ മാത്രമായിരുന്നു. ഇപ്പോഴും സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എവിടെ ഒളിപ്പിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ ഒരാളുടെ അടുത്താണെങ്കിൽ ആർക്കും പിടിക്കാനാവില്ലെന്ന് ഒരുപാട് ചാനലുകൾ ഒരുമിച്ച് പറഞ്ഞ പേര് DK ശിവകുമാറിൻ്റേതാണ്. അദ്ദേഹമായിരുന്നോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹമാണെങ്കിൽ കഴിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഈ കരുത്തോടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ്ട് 1400-1500 കോടിയോളം രൂപ കണക്കിൽപ്പെടുന്നത് തന്നെ ആസ്തിയും മൂല്യവുമുള്ള ഒരാളിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. സാധാരണ വാഷിംഗ് മെഷീനിൽ അകപ്പെടുന്നവരെല്ലാം മറുകണ്ഠം ചാടുമ്പോൾ DK പുറത്തിറങ്ങി വർദ്ധിത വീര്യത്തോടെയാണ് താൻ 18-ാം വയസ്സിൽ മുതൽ പിടിച്ച കൊടി അതേ ആവേശത്തോടെ പിടിച്ചത്. പിന്നീട് ഇപ്പോഴത്തെ കർണാടക സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച് കരുത്തോടെ നേരിട്ട അദ്ദേഹം വിജയിച്ചു വന്നപ്പോൾ ആദ്യ അവസരം ഏറ്റവും സീനിയറായ അഴിമതിരഹിതനായ സോഷ്യലിസ്റ്റായ സിദ്ധാരാമയ്യയ്ക്ക് കൊടുക്കേണ്ടി വന്നുവെങ്കിലും അന്ന് കേന്ദ്ര നേതൃത്വം നൽകിയ വാക്കാണ് ഈ അർപ്പണബോധത്തിന്, ഈ സമർപ്പണത്തിന്, ഈ കരുത്തിന്, ഈ ധൈര്യത്തിന് ഞങ്ങളൊരു മേൽവിലാസം നൽകുമെന്ന്. ആ മേൽവിലാസമാണ് യാതൊരു പ്രയാസവും കൂടാതെ വലിയ തർക്കങ്ങളില്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകി കേന്ദ്ര നേതൃത്വം വളരെ വേഗത്തിൽ തീരുമാനമെടുത്ത് ആ സത്യപ്രതിജ്ഞയിലേക്ക് പോയത്. അതെ, DK ശിവകുമാറിന് ഇത് നൽകുന്നത് വന്യമായ കരുത്തോടെ പാർട്ടിക്കൊപ്പം ആദ്യ നാൾ മുതൽ പിടിച്ച കൊടിയുമായി അതേ ആവേശത്തോടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് എത്ര ഭംഗിയായി, യാതൊരു ബഹളവും കൂടാതെ, ഒരു തിരക്കുമില്ലാതെ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു കർണാടകയിൽ. അത് പരിഹരിക്കാൻ ആദ്യാവസാനം നിന്ന ആളിൻ്റെ പേര് ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് KC വേണുഗോപാൽ എന്നാണ്.